സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലൊക്കെ കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കണ്ണൂർ, കോട്ടയം, വയനാട്, തിരുവനന്തപുരം ഈ 4 ജില്ലകളിലെ മഴ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തൊക്കെ മരം റോഡിലേക്കാണ് ഒടിഞ്ഞ് വീണത്. വയനാട്ടിലും വലിയ മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ശക്തമായ കാറ്റുണ്ട്. ആ കാറ്റിലൊക്കെ കൂറ്റൻ മരങ്ങളാണ് കടപുഴകി വീഴുന്നത്. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, കണ്ണൂർ നഗരമേഖലയിലും മലയോര മേഖലയിലും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴക്കെടുതി രൂക്ഷമാണോ? രതീഷ്, കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് കണ്ണൂരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മാറ്റമില്ല, നല്ല മഴ തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു. സമാനമായ രീതി ഇന്ന് പുലർച്ചെ മുതൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സമയമില്ല. അതായത് നേരിയ തോതിലെങ്കിലും ചില സമയങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇടവിട്ട് അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് എല്ലായിടങ്ങളിലും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ മെയ് മാസം അവസാനം അതിശക്തമായ മഴയും കാറ്റും ജില്ലയിൽ അനുഭവപ്പെട്ടതാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഫയർഫോഴ്സൊക്കെ എത്തിയാണ് ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. സമാനമായ സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മലയോര മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. പേരാവൂർ, ഇരിട്ടി, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, ചെമ്പേരി, ആലക്കോട്, ചെറുപുഴ തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. മണ്ണിടിച്ചിലിനടക്കം സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ റോഡിലേക്ക് മുണ്ടയാട്, അതായത് കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിൽ മുണ്ടയാട് മരം പൊട്ടി വീണിരുന്നു. പിന്നീട് അത് ഫയർഫോഴ്സ് എത്തി വെട്ടി മാറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മരം പൊട്ടി വീഴാണ്. വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം 5 ജില്ലകളിലും റെഡ് അലർട്ട് തുടരുകയാണ്. കണ്ണൂരിലെ സ്ഥിതി എന്താണോ അതുതന്നെയാണ് മറ്റ് ജില്ലകളിലെയും മലയോര മേഖലകളിലും ഉള്ളത്. മഴക്കെടുതി അതിരൂക്ഷമാണ് പലയിടത്തും. അത്തരം വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കക്കാട് എന്നുള്ള ദൃശ്യമാണ് ഇത്. ഇടമുറിയാതെ മഴ പെയ്യുകയാണ്. പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ മഴ പെയ്യുകയാണ്. അതിശക്തമായ മഴയാണ്. ഈ മഴയിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുമോ, ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപത്തുമോ തുടങ്ങിയ വലിയ ആശങ്കയുണ്ട്. സംസ്ഥാനത്തെ ഈ മഴക്കാലത്ത് ഒരു സവിശേഷമായ ദുരന്ത സാഹചര്യമാണ് ശക്തമായ കാറ്റ് എന്ന് ആവർത്തിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഴയിൽ കൂടുതലും ഉണ്ടാകുന്ന കെടുതി, ജീവനാശം അത് മരങ്ങളുടെ കൊമ്പും ചില്ലകളും മറ്റും ഒടിഞ്ഞു വീണാണ്. അതുകൊണ്ട് ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുള്ള മഴക്കാലമായതിനാൽ ശ്രദ്ധ വേണം എന്നതാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജില്ലകളിലെയും മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് AK സ്റ്റെഫിനും, കോഴിക്കോട് നിന്ന് KV രാഹുലും, എറണാകുളത്ത് നിന്ന് സ്നേഹമോൾ നയനാനും, മലപ്പുറത്ത് നിന്ന് S രാഗിനും, വയനാട് നിന്ന് M കമലും നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി മഴയുടെ പൊതു സാഹചര്യം എങ്ങനെയാണ് ഓരോ ജില്ലയിലെയും എന്ന് വിശദീകരിക്കാൻ നമുക്കൊപ്പം ചേരും. നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ഇന്നലെ മുതൽ തന്നെ, ഇന്നലെയും ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ മലയോര പ്രദേശത്തൊക്കെ ശക്തമായ മഴയും കാറ്റുമായിരുന്നു. കണ്ണൂരിന്റെ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോഴിക്കോട് ടൗൺ മേഖലയിൽ, ഇത് പറയുന്നത് കോഴിക്കോടിന്റെ ഹൃദയഭാഗമാണ്, മാനാഞ്ചിറ സ്ക്വയറിനടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് നഗരത്തിലൊക്കെ, പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ വിവരങ്ങളുമായി KV രാഹുലാണ് നമുക്കിപ്പം ചേരുന്നത്. രാഹുൽ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ, ഇന്നലെ രാത്രി മുതൽ നിർത്താതെ മഴ പെയ്യുകയാണോ? ഇന്നലെ രാത്രിയിൽ മഴ ശക്തമായി തന്നെ പെയ്തിരുന്നു. പക്ഷെ നിർത്താതെ എന്നല്ല, ഇടവേളകളോടുകൂടിയാണ് ശക്തമായ മഴ പെയ്തത്. അത് മലയോര മേഖലയിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും തീരപ്രദേശത്താണെങ്കിലും ശക്തമായി തന്നെ മഴ പെയ്തു എന്നുള്ളതാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കിഡ്സൺ കോർണർ പരിസരത്താണ്. അത് ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശമാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുകയാണെങ്കിലും അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ കണ്ണു തുറന്ന്
സ്വീകരിക്കേണ്ട നടപടികളൊന്നും അധികൃതർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. മിഠായി തെരുവിലേക്കുള്ള പ്രവേശന കവാടത്തിലൊക്കെയാണ് ജനങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുള്ളത്. തീരപ്രദേശത്തേക്ക് വരുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്. അതിൽ ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ മഴയുടെ തീവ്രതയ്ക്ക് കാറ്റിനനുസരിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടം നേരിട്ട ജില്ലയാണ്. രതീഷ് പറഞ്ഞതുപോലെ ഈ മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടിന് മുകളിലേക്ക് വീണും വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് പതിച്ചുമൊക്കെയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഈ റെഡ് അലേർട്ടിൻ്റെ ഈ ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ വിധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസമാണ്. പക്ഷേ മഴ ഇങ്ങനെ നിർത്താതെ തന്നെ അല്ലെങ്കിൽ ഇടവേളകളെ അതിതീവ്രമായി തന്നെ പെയ്യുകയാണ്. മലയോര മേഖലയിലാണ് കൂടുതൽ കർശന മുന്നറിയിപ്പ് ഉള്ളത്. സാഹചര്യമാണ് രാഹുൽ പറഞ്ഞത്. നിർത്താതെ മഴ പെയ്യുന്നില്ല, പക്ഷേ ഇടവിട്ട് ശക്തമായ മഴ വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ബീച്ചിലൊക്കെ ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. രാവിലെ മുതൽ തന്നെ ഈ കായിക അഭ്യാസത്തിനൊക്കെ പലതരത്തിലുള്ള ആളുകൾ, യുവാക്കളൊക്കെ ബീച്ചിലേക്ക് എത്തേണ്ട ദിവസം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഒഴിഞ്ഞൊരു കോഴിക്കോട് ബീച്ചാണ് രാഹുലിന്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചുങ്കം പാലത്തിന് സമീപത്ത് നിന്ന് കൂറ്റൻ വാഗമരമാണ് രാവിലെ കടപുഴകി വീണത്. കോട്ടയത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കാൻ ശ്രമം തുടരുകയാണ്. നിതിൻ തോമസ് ആണ് ചേരുന്നത്. നിതിൻ, നേരത്തെ മഴക്കാലത്തെ സവിശേഷമായൊരു ദുരന്ത സാഹചര്യം, അത് മരങ്ങൾ ഒടിഞ്ഞു വീഴലാണ്, മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴലാണ്, ആൾനാശം ഉൾപ്പെടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഞാൻ ആവർത്തിച്ച് പറയുകയായിരുന്നു. ഇപ്പോൾ ചുങ്കത്ത് മെഡിക്കൽ കോളേജിന് സമീപത്തെ ബൈപ്പാസിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. ആർക്കെങ്കിലും പരിക്കുണ്ടോ? വാഹനങ്ങളോ മറ്റോ ഈ സമയം അവിടെ ഉണ്ടായിരുന്നോ? ആർക്കും പരിക്കേറ്റിട്ടില്ല. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നൊരു സമയം തന്നെയായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലായിരുന്നു ഈ ഒരു ഭാഗത്ത്. ഒരു പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഈ ചുങ്കം ബൈപ്പാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുങ്കം കവല എന്ന് പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു, അവധി ദിവസമായിരുന്നു. അതുപോലെ തന്നെ രാവിലെയാണ് വീണത്. രാവിലെ 7 മണി ആ ഒരു സമയത്താണ് വീണത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ആ ഒരു പ്രദേശത്തില്ലായിരുന്നു. പക്ഷേ ഒരു ഓട്ടോ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ഓട്ടോ കടന്നുപോയി സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ മരം വീണത് എന്നാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത്. ആർക്കും പരിക്കോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ മാസം 23 മുതൽ 29 വരെ കോട്ടയത്ത് മഴ പെയ്തപ്പോൾ വലിയ രീതിയിലുള്ള മരങ്ങൾ കടപുഴകി വീഴുന്നതും അതുപോലെ തന്നെ കൃഷിനാശം സംഭവിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ ഒരു രീതിയിലേക്കുള്ള മഴ ഇതുവരെ കോട്ടയത്ത് ഈ പ്രാവശ്യം എത്തിയിട്ടില്ല. ഭാഗ്യവശാൽ ഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ മഴയ്ക്കൊപ്പം ചെറിയ രീതിയിലുള്ള വലിയ മരമാണ്. ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്? ഗതാഗതം വീണ്ടും സുഗമമായോ ആ റൂട്ടിൽ? ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് ഈ മരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അവിടെ നിന്നും പൂർണ്ണമായിട്ടും മുറിച്ച് നീക്കുന്നതാണ്. രാവിലെ ഈ മരം വീണപ്പോൾ തന്നെ കൃത്യമായി അഗ്നിരക്ഷാസേന അവിടെ എത്തുകയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയൊരു മരമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു സമയം എടുക്കും അത് മുറിച്ചു മാറ്റാനായിട്ട്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മുറിച്ച് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാവും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെല്ലാം തന്നെ വലിയൊരു തിരക്കുണ്ടാകുന്ന ഒരു സമയമല്ല ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായതും, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം അവിടെ ഉണ്ടാവാത്തത്. മെഡിക്കൽ കോളേജ് ബൈപ്പാസിന് സമീപത്താണ്. ബൈപ്പാസിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. പടുകൂറ്റൻ വാഗമരമാണ്. അത് നീക്കാനുള്ള ശ്രമകരമായ ദൗത്യം ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നിതിൻ തോമസ് ആണ് ഈ വിവരങ്ങൾ നൽകുന്നത്. ഇനി തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്തേക്ക് വന്നാൽ, ശംഖുമുഖം എപ്പോഴും കടലെടുക്കുന്ന ഒരു തീരമേഖലയാണ്. തിരുവനന്തപുരത്തിൻ്റെ തീരമേഖല എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടകരമായ തീരമേഖലയാണ്. അത് നമ്മുടെ തമിഴ്നാട് അതിർത്തിയെ പൊഴിയൂർ മുതൽ ഇങ്ങോട്ട് വന്നാൽ വിഴിഞ്ഞവും ആണെങ്കിലും കോവളമാണെങ്കിലും ഇപ്പുറത്ത് പൂന്തുറയാണെങ്കിലും കണ്ണാന്തുറയാണെങ്കിലും ശംഖുമുഖമാണെങ്കിലും പിന്നീട് വടക്കോട്ട് പോകുന്ന എല്ലായിടത്തും പലപ്പോഴും അപകടകരമായ സ്ഥിതി ഉണ്ടാകാറുണ്ട്. സ്റ്റെഫിൻ, ഇന്നലെ ഒരു വീട് ഒലിച്ചു പോകുന്നത് പോലെ അതിന് സമാനമായി നിൽക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. കടലിനുള്ളിൽ പഴയ വീടുകളകപ്പെട്ട ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ശംഖുമുഖത്തെ കണ്ടതാണ്. ഇന്നലെ ആ തകരാൻ 7 നിമിഷവും നിലം പൊത്തും എന്ന് തോന്നിപ്പിക്കുന്ന ആ വീട്, അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഈ രാവിലെ എന്തൊക്കെ കാഴ്ചകളാണ് തീരമേഖലയിൽ നിന്ന് അവരുടെ ദുരിത കാഴ്ചയായി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക?
സ്റ്റെഫിൻ, ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. സ്റ്റെഫിൻ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ഏറ്റവും കൂടുതൽ മഴക്കെടുതി, മഴ പെയ്യുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് തീരത്തുള്ളവരാണ്. തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാറുണ്ട്. പക്ഷേ ഓരോ മഴക്കാലത്തും അവരെ സംബന്ധിച്ച് അത് തീരാ ദുരിതത്തിൻ്റെതാണ്. എത്ര പറഞ്ഞാലും അതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ശംഖുമുഖത്ത് നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണുകയാണ്. ഈ ആദ്യത്തെ മഴയിൽ തന്നെ നോക്കുക, ആ വീടിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന്. ഷീറ്റ് കെട്ടി ചോർന്നൊലിക്കാതെ ഇരിക്കേണ്ടി വരികയാണ്. പാത്രമൊക്കെ വെച്ചിരിക്കുകയാണ് വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി. ഇതാണ് തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയും. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തീരത്തിന് സമീപമുള്ള പല വീടുകളും പൂർണ്ണമായും കടലെടുത്തിട്ടുണ്ട്.